ഫിസിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യം സെല്ലുകളുടെ കോമ്പിനേഷനുകളെക്കുറിച്ച് പഠിക്കാം. സെൽ ഒരു സർക്യൂട്ടിൽ രണ്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം: സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. നമുക്കാദ്യം സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷനെക്കുറിച്ച് പഠിക്കാം. നമുക്ക് രണ്ട് സെല്ലുകൾ കൺസിഡർ ചെയ്യാം. ഇത് ഒന്നാമത്തെ സെൽ, ഇത് രണ്ടാമത്തെ സെൽ. അപ്പോൾ രണ്ട് സെല്ലുകൾ. ഈ സെല്ലുകളുടെ EMF, ഈ സെല്ലിൻ്റെ EMF E1, ഈ സെല്ലിൻ്റെ EMF E2, ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1, ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R2 എന്നിരിക്കട്ടെ. ഈ പോയിൻ്റ് A എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ പോയിൻ്റ് B എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ പോയിൻ്റ് C എന്ന് മാർക്ക് ചെയ്യുന്നു. എയിലെ പൊട്ടൻഷ്യലിനെ നമുക്ക് VA എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ബിയിലെ പൊട്ടൻഷ്യലിനെ നമുക്ക് VB എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ സിയിലെ പൊട്ടൻഷ്യലിനെ നമുക്ക് VC എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് സെല്ലുകൾ, ഓരോ സെല്ലിൻ്റെയും EMF E1, E2, ആ സെല്ലുകളുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ആൻഡ് R2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. VA, VB ആൻഡ് VC be the potentials at A, B ആൻഡ് C respectively. നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതിന് നമുക്ക് VA മൈനസ് VB. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, VA മൈനസ് VB ഇങ്ങനെ കണ്ടുപിടിക്കാം. അവിടുത്തെ EMF E1 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ്, E1 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താണ്? VA മൈനസ് VB is equal to E1 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1. അപ്പോൾ ഇതിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെന്നിരിക്കട്ടെ. E1 മൈനസ് I R1. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി കണ്ടുപിടിക്കാം. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി, VB മൈനസ് VC ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? EMF എത്രയാണ്? E2 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R2. അപ്പോൾ അതെത്രയാണ്? IR2, ഇക്വേഷൻ നമ്പർ 2. പിന്നെ സീരീസ് കണക്ഷനിൽ നിങ്ങൾക്കറിയാം, സീരീസ് കണക്ഷനിൽ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ എന്തായിരിക്കും ഡിഫറൻ്റായി വരുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഡിഫറൻ്റായി വരുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, VA മൈനസ് VB ഇസ് ഈക്വൽ ടു E1 മൈനസ് IR1 ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി എത്രയായിരിക്കും? VB മൈനസ് VC ഇസ് ഈക്വൽ ടു E2 മൈനസ് IR2 ആയിരിക്കും.
ഇനി നമുക്ക് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതിനുശേഷം റൈറ്റ് സൈഡുകൾ ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടും? വി എ മൈനസ് വി ബി പ്ലസ് വി ബി മൈനസ് വി സി ഇസ് ഈക്വൽ ടു E1 മൈനസ് ഐ ആർ 1 പ്ലസ് E2 മൈനസ് ഐ ആർ 2. വി ബിയും ക്യാൻസലായി പോവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി എ മൈനസ് വി സി ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 മൈനസ് ഐ ഇൻറ്റു R1 പ്ലസ് R2 എന്ന് കിട്ടുന്നു. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി അല്ലേ കിട്ടിയത്? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി, വി എ മൈനസ് വി സി ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 മൈനസ് ഐ ഇൻറ്റു R1 പ്ലസ് R2. ഇനി നമ്മൾ അസ്യൂം ചെയ്യുക, ഈ രണ്ട് സെല്ലുകൾക്ക് പകരം നമ്മൾ ഒരു സെല്ലാണ് എടുത്തിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഈ രണ്ട് സെല്ലുകൾക്ക് പകരം ഒരു സെൽ, ഈ രണ്ട് സെല്ലുകൾക്ക് പകരം ഒറ്റ സെൽ. ഈ സെല്ലിൻ്റെ ഇ എം എഫ് എന്ന് പറയുന്നത് ഇ എഫക്റ്റീവ് ആണെന്ന് ഇരിക്കട്ടെ. അതുപോലെ ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ എഫക്റ്റീവ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ രണ്ട് സെല്ലുകൾക്ക് പകരം ഞാനൊരൊറ്റ സെൽ എടുത്തിരിക്കുന്നു. ആ സെല്ലിൻ്റെ ഇ എം എഫ് ഇ എഫക്റ്റീവ്, ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ എഫക്റ്റീവ്. അപ്പോൾ ഈ പോയിൻ്റ് എന്താണ്? എ, ഈ പോയിൻ്റ് സി. ഈ രണ്ട് സെല്ലുകൾക്ക് പകരമാണ് ഒരൊറ്റ സെൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി, വി എ മൈനസ് വി സി ഇസ് ഈക്വൽ ടു ഇ എം എഫ് ഇ എഫക്റ്റീവ് മൈനസ് കറണ്ട് സെയിം അല്ലേ, കറണ്ട് ഐ തന്നെയാണ്, ഐ ആർ എഫക്റ്റീവ്. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2. അതുപോലെ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. അപ്പോൾ സെല്ലുകൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2. അതേപോലെ എഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഓക്കെ, അപ്പോൾ n സെല്ലുകൾ ഉണ്ടെങ്കിലോ, n സെല്ലുകൾ ഇൻ സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, n സെല്ലുകൾ ഇൻ സീരീസ് കോമ്പിനേഷൻ. സെല്ലുകളുടെ ഇ എം എഫ് E1, E2, E3 എക്സെട്ര ടു En. അതേപോലെ ആ സെല്ലുകളുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1, R2, R3, എക്സെട്ര ടു Rn. അപ്പോൾ n സെല്ലുകൾ സീരീസായി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് ഇ എം എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഓരോ സെല്ലിൻ്റെയും ഇ എം എഫുകൾ തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എഫക്റ്റീവ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര പ്ലസ് En. അപ്പോൾ എന്തായിരിക്കും? എഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് Rn. ഓക്കെ, അപ്പോൾ സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനെ ആസ്പദമാക്കി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്രഷൻ ഫോർ ദി കറണ്ട് ഡ്യൂ ടു എ കോമ്പിനേഷൻ ഓഫ് n cells in series. Each cell of EMF capital E
ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ. നമുക്കതിൻ്റെ ആൻസറിലേക്ക് പോകാം. n സെല്ലുകൾ സീരീസായി കണക്ട് ചെയ്യുന്നു. n സെല്ലുകൾ സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു. Consider n cells, each of EMF capital E and internal resistance small r connected in series with a resistor capital R. ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെന്ന് ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഈ സെല്ലുകളുടെ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെല്ലുകൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ സെല്ലുകളുടെ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RN. ഇവിടെ എല്ലാ സെല്ലുകളുടെയും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ ആണ്. അപ്പോൾ സെല്ലുകളുടെ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R പ്ലസ് എക്സെട്ര പ്ലസ് R. അപ്പോൾ ടോട്ടൽ എത്രയാർ? NR. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. Total resistance of the circuit. Total resistance of the circuit. Total resistance of the circuit is equal to ഈ സെല്ലുകളുടെ എല്ലാം കൂടി ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് NR ആണ്. അതും ഈ എക്സ്റ്റേണൽ റെസിസ്റ്ററും തമ്മിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? NR പ്ലസ് ക്യാപിറ്റൽ R ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്യൂട്ടിലെ കറണ്ടാണ്. ഓംസ് ലോ അനുസരിച്ച് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. I is equal to V/R ആണ്. R എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ EMF ആണ്. അപ്പോൾ നമുക്കിനി ഈ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് EMF കണ്ടുപിടിക്കാം. എഫക്റ്റീവ് EMF ഇസ് ഈക്വൽ ടു, സെല്ലുകൾ സീരീസ് ആയിട്ടാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര പ്ലസ് EN. എല്ലാ സെല്ലിൻ്റെയും EMF ക്യാപിറ്റൽ E അല്ലേ? അപ്പോൾ E പ്ലസ് എക്സെട്ര പ്ലസ് E ഇസ് ഈക്വൽ ടു NE. Therefore, current is equal to, എന്താണ് ഇക്വേഷൻ? എഫക്റ്റീവ് EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. കറണ്ട് ഇസ് ഈക്വൽ ടു എഫക്റ്റീവ് EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. എഫക്റ്റീവ് EMF NE. ഇപ്പോൾ NE ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് NR പ്ലസ് ക്യാപിറ്റൽ R. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് I is equal to NE by NR പ്ലസ് R. ഇനി നമുക്ക് സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷനെ കുറിച്ച് പഠിക്കാം. ഈ ഫിഗറിൽ രണ്ട് സെല്ലുകൾ പാരലായി കണക്ട് ചെയ്തിരിക്കുന്നു. ഈ സെല്ലിൻ്റെ EMF E1, ഈ സെല്ലിൻ്റെ EMF E2. അവയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ആൻഡ് R2.
ഇനി നിങ്ങൾക്കറിയാം പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഐ എന്ന് പറയുന്ന കറണ്ട്, അതിൽ I1 കറണ്ട് E1 പോകുന്നു, I2 കറണ്ട് E2 പോകുന്നു. For the first cell with EMF E1. For the first cell with EMF E1, നമുക്ക് the potential difference between A and B കണ്ടുപിടിക്കാം. Okay, for the first cell with EMF E1, the potential difference between A and B is equal to പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണല്ലോ, അതുകൊണ്ട് നമുക്കതിനെ V എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ V ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുക? E1 മൈനസ് I1 R1, ഇക്വേഷൻ നമ്പർ 1. അതേപോലെ ഫോർ ദി സെക്കൻഡ് സെൽ വിത്ത് EMF E2, the potential difference between A and B അതെന്ത് തന്നെയായിരിക്കും? V തന്നെയായിരിക്കും. V is equal to E2 minus I2 R2, ഇക്വേഷൻ നമ്പർ 2. ഫ്രം ഇക്വേഷൻ 1, ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും നമുക്ക് I1 കണ്ടുപിടിക്കാം. ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എങ്ങനെ എഴുതാം? I1 R1 ഇസ് ഈക്വൽ ടു E1 മൈനസ് V എന്നെഴുതാമല്ലോ. അപ്പോൾ I1 ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു? E1 മൈനസ് V ബൈ R1 എന്ന് കിട്ടുന്നു. അതുപോലെ ഫ്രം ഇക്വേഷൻ 2 രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും നമുക്ക് I2 കണ്ടുപിടിക്കാം. ഓക്കെ, ഫ്രം ഇക്വേഷൻ 2 നമുക്ക് എങ്ങനെ എഴുതാം? I2 R2 ഇസ് ഈക്വൽ ടു E2 മൈനസ് V. അപ്പോൾ I2 ഇസ് ഈക്വൽ ടു E2 മൈനസ് V ബൈ R2. അപ്പോൾ നമ്മൾ I1ഉം I2ഉം കണ്ടുപിടിച്ചു. I1 ഇസ് ഈക്വൽ ടു E1 മൈനസ് V ബൈ R1, I2 ഇസ് ഈക്വൽ ടു E2 മൈനസ് V ബൈ R2. ഇനി നമുക്ക് ടോട്ടൽ കറണ്ട് I കണ്ടുപിടിക്കാം. ടോട്ടൽ കറണ്ട് I ആണ് I1 ആയിട്ടും I2മായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോയത്. അപ്പോൾ ടോട്ടൽ കറണ്ട് I ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു I1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? E1 മൈനസ് V ബൈ R1 പ്ലസ് I2വിന് പകരം E2 മൈനസ് V ബൈ R2. അപ്പോൾ I ഇസ് ഈക്വൽ ടു E1 ബൈ R1 മൈനസ് V ബൈ R1 പ്ലസ് E2 ബൈ R2 മൈനസ് V ബൈ R2 is equal to E1 by R1 plus E2 by R2. ഓക്കെ, ഇതിൽ നിന്ന് രണ്ടിന്നും നമുക്ക് V ഇങ്ങ് കോമൺ എടുക്കാം. അപ്പോൾ മൈനസ് V ഇൻറ്റു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. കറക്റ്റ് അല്ലേ? മൈനസ് V ഇൻറ്റു 1 ബൈ R1 മൈനസ് V ബൈ R1, അതേപോലെ മൈനസ് V ഇൻറ്റു 1 ബൈ R2 മൈനസ് V ബൈ R2. അപ്പോൾ I is equal to E1 by R1 plus E2 by R2 minus V into 1 by R1 plus 1 by R2 എന്ന് കിട്ടി. Therefore,
വി ഇൻറ്റു 1/R1 പ്ലസ് 1/R2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു E1/R1 പ്ലസ് E2/R2 മൈനസ് ഐ എന്ന് കിട്ടുന്നു. അപ്പോൾ വി ഇസ് ഈക്വൽ ടു E1/R1 പ്ലസ് E2/R2 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2. ഓക്കെ, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ വി ഇസ് ഈക്വൽ ടു E1/R1 പ്ലസ് E2/R2 ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ടിരിക്കട്ടെ. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ രണ്ട് സെല്ലുകൾക്ക് പകരം നമ്മൾ ഒരു സെൽ എടുക്കുകയാണ്. ഓക്കെ, ഈ രണ്ട് സെല്ലുകൾക്ക് പകരം നമ്മൾ ഒരു സെൽ എടുക്കുകയാണ്. ആ സെല്ലിൻ്റെ എഫക്റ്റീവ് EMF ഈ എഫക്റ്റീവും അതേപോലെ ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ എഫക്റ്റീവും ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി വി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇ എഫക്റ്റീവ് മൈനസ് ഐ ആർ എഫക്റ്റീവ് എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണെന്നിരിക്കട്ടെ. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുക. ഫ്രം 3 and 4 ഫ്രം 3 and 4 നമുക്ക് എന്ത് കിട്ടുന്നു? ഇ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഫ്രം 3 and 4 ഇ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു E1/R1 പ്ലസ് E2/R2 ബൈ 1/R1 പ്ലസ് 1/R2 എന്ന് കിട്ടുന്നു. അതുപോലെ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടുന്നു? 1/R1 പ്ലസ് 1/R2 എന്ന് കിട്ടുന്നു. അപ്പോൾ സെല്ലുകൾ പാരലായി കണക്ട് ചെയ്യുമ്പോൾ ഇ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എന്താണ്? E1/R1 പ്ലസ് E2/R2 ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2. ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എന്താണ്? 1/1/R1 പ്ലസ് 1/R2. ഇതിനെ നമുക്ക് വേറെ രീതിയിലും കൂടെ എഴുതാം. ഇ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടുന്നു? E1/R2 പ്ലസ് E2/R1 ബൈ R1/R2 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് E1/R2 പ്ലസ് E2/R1 ബൈ R1/R2 എന്ന് കിട്ടുന്നു. ബൈ അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? R2 പ്ലസ് R1 ബൈ R1/R2 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? E1/R2 പ്ലസ് E2/R1 ബൈ R1/R2
ഡിവൈഡ് ചെയ്യുന്നതിന് ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇൻറ്റു R1 R2 ബൈ R1 പ്ലസ് R2. R1ഉം R2ഉം R1 R2 ക്യാൻസലായി പോവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ സെല്ലുകളെ പാരലായി കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2. അപ്പോൾ ഈ ഇക്വേഷനും അതുപോലെ ഈ ഇക്വേഷനും പഠിച്ചു വച്ചിരിക്കുക. അതുപോലെ R എഫക്റ്റീവ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഒന്നുകിൽ R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 അല്ലേ? ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 ബൈ R1 പ്ലസ് 1 ബൈ R2. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? R2 പ്ലസ് R1 ബൈ R1 R2 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 ബൈ, അപ്പോൾ 1 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതിയല്ലോ. R1 R2 ബൈ R1 പ്ലസ് R2. അപ്പോൾ R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ക്ലിയർ? അപ്പോൾ R എഫക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഒന്നുകിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. ഓക്കെ.